റൈറ്റിംഗ് ബെസ്റ്റ് മൂവി. അടിപൊളി പടം, സൂപ്പർ പടം. ഇന്ത്യയിൽ ഇത്തരം ക്യാരക്ടർ ചെയ്യാൻ രണ്ട് പേരേ ഉള്ളൂ. ഒന്ന് നമ്മുടെ ചിയാൻ വിക്രവും, പിന്നൊന്ന് ഞാനുമാണ് കേട്ടോ. സൂപ്പർ സിനിമയാണ്, അടിപൊളി സിനിമ, കിടിലം പടം, കണ്ടിരിക്കാം, നല്ല പടമാണ്, അടിപൊളി. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഈ സിനിമ ഇറങ്ങിയത് അടിപൊളിയാണ്. കാരണം ഇത് എൻ്റെ തലമുറയിൽപ്പെട്ട പടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും പടം കണ്ട് വിജയിപ്പിക്കുക. ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, ചിയാൻ വിക്രം അല്ലാതെ വേറെ ആർക്കും ഇത്തരം സാധനങ്ങൾ എടുക്കാൻ പറ്റില്ല, ആരും എടുക്കില്ല. അത് ഞാൻ ഉറപ്പ് പറയാണ്. ഇത് വിജയിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ വിമർശിക്കുകയും ചെയ്യപ്പെടുന്ന ഒരു സിനിമയാണ്. അത്ര നല്ല സിനിമയാണ്, എല്ലാവരും ഒന്ന് കാണുക. അടിപൊളി സിനിമ ആയിരിക്കും കേട്ടോ. പിന്നെ രണ്ടാമത് വിക്രം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പാരഞ്ജിത്തിന്റെ പടങ്ങളിലെ പഴയ രാഷ്ട്രീയം പറയുന്നുണ്ട് എല്ലാ പടത്തിലും, അതുപോലെ ഇതിലും എന്തിലുണ്ടോ? അത് പ്രത്യേകിച്ച് ഇനി പറയേണ്ട കാര്യമില്ല. പാരഞ്ജിത്തിനെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. പുള്ളിയുടെ കവാലി, കാല, ഇതെല്ലാം നമ്മൾ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് പുള്ളിക്ക് ഒരു കാര്യം പറയാനുണ്ട്. വേറെ ലെവലിൽ പടം, ഉഗ്രൻ പടം. നമ്മുടെ കോളാറിന്റെ ഒരു ചരിത്രം, നൂറ്റാണ്ടുകളായിട്ടുള്ള ചരിത്രമാണ് കാണിക്കുന്നത്. പെർഫോമൻസിൽ വിക്രം, പാർവതി അടിപൊളി, തകർത്ത് വായിച്ചു. പാർവതിയുടെ ഡബിങ് എന്നൊക്കെ പറഞ്ഞാൽ പുള്ളിക്കാർ പഠിച്ച് സൂപ്പറായിട്ടുണ്ട് കേട്ടോ. പാർവതി അമേസിങ്. അതുപോലെ വിക്രം അടിപൊളി. എന്ന് വെച്ചാൽ അതൊരു കോളാർ സ്വർണ്ണഖനിയുടെ നൂറ്റാണ്ടുകൾ ഉള്ള വഴക്കമുള്ള ഒരു കഥ അവിടെ നിന്ന് ഒട്ടുങ്ങിയ വരുവാണ്. കൊള്ളാം, സൂപ്പർ. അതാണ്, അത് തന്നെയാണ് പുള്ളിയുടെ സ്ഥിരം പാറ്റേൺ തന്നെ. പൊളിറ്റിക്സ്, രാഷ്ട്രീയമാണ് അതിനകത്ത് പുള്ളി എല്ലാ സിനിമയും പറയുന്ന പോലെ. ഇതിനകത്തും അത് തന്നെ തമിഴ് രാഷ്ട്രീയമാണ് ഇതിനകത്ത് പുള്ളി ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. കൊള്ളപ്പുഴ നല്ല പടം. എന്ന് വെച്ചാൽ സർപ്പട്ട പരമ്പരയെ നമുക്ക് തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല, അതിൻ്റെ ഒരു കേട് ഇവിടെ തീർത്തു, തകരാതെ തീർത്തു കേട്ടോ. ഓക്കെ. മാജിക്കൽ റിയലിസം ആണോ അല്ല റിയൽ ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു പ്രത്യേക കഥാപറച്ചിൽ രീതിയാണ്. നമ്മൾ നോർമൽ രീതിയിൽ കാണുന്ന ഒരു സിനിമ ഗ്രാമർ അല്ല ഈ സിനിമ പിന്തുടരുന്നത്. അവർ സിനിമയ്ക്ക് മുമ്പുള്ള ഇൻ്റർവ്യൂകളിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. എന്താ പറയുക, നമുക്ക് ഈ വിക്രത്തിൻ്റെ പെർഫോമൻസ് ഉണ്ട്. നമ്മൾ പറയുന്ന പോലെ എന്താ, കമലെ പാത്രക്ക്, രജനിയെ പാത്രക്ക്, ഇമാതിരി ഒരു നടികരെ പാക്കവില്ലേ, നമ്മൾ ആ ഒരു ഡയലോഗ് നമ്മളെ ഓർക്കുകയാണ്. അസാധ്യ പെർഫോമൻസ് ആണ്. അതുപോലെ തന്നെ മലയാളത്തിൻ്റെ പാർവതി വിക്രത്തിൻ്റെ കൂടെ അതേപോലെയുള്ള അതിഗംഭീര പെർഫോമൻസുകളാണ്. പെർഫോമൻസിൻ്റെ സൈഡ് എടുത്തു പറയുമ്പോൾ തന്നെ ഈ പടം എല്ലാ പാരഞ്ജിത്ത് പടങ്ങളെയും പോലെയുള്ള അതിശക്തമായ ഒരു അണ്ടർ കറണ്ട് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് പറയുന്നുണ്ട്. നമുക്കറിയാം, പാരഞ്ജിത്ത് മുൻപുള്ള സിനിമകളിലും ഇതുപോലെ ഓപ്പണായിട്ട് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് പറഞ്ഞിരിക്കുകയാണ്. ഒരു താഴേക്കിടയിലുള്ളവരുടെയും ഐത്തത്തിൻ്റെ ആ ഒരു കാലഘട്ടം 1850 അതിനു മുമ്പിലുള്ള സ്റ്റോറിയാണ് ഇത് പറയുന്നത്. കോളാർ ഖനികളിൽ സംഭവിച്ച അതിപ്പം ഈ പടത്തിൻ്റെ പ്രത്യേകത, നമുക്ക് ഈ പടം ഒരാൾക്ക് വിവരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഒരു പ്രത്യേകത്തിലുള്ള ഫീലാണ്. കാരണം ഒരുപാട് അതിനകത്ത് മിത്തുകളുണ്ട്, അവരുടെ വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസങ്ങളും നമ്മൾ ആർക്കൊപ്പമാണ് നിൽക്കേണ്ടത് എന്നുള്ള ഒരു ചോദ്യമാണ് ഈ സിനിമ. ഒരു ഗോൾഡിങ്ങിന്റെ ഒരു പരിപാടി കാര്യങ്ങൾ അതിന്റെ തേടി പോണതിന്റെ ഉള്ളത് അങ്ങനെ ഇല്ല. അതും പറയാം, പൊളിറ്റിക്സും പറയുന്നുണ്ട്. നമ്മൾ എന്താ പറയുക, രാഷ്ട്രീയത്തിൽ ഇപ്പൊ ഇന്നത്തെ കാലത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ വേണേൽ നമുക്ക് കമ്പയർ ചെയ്തോടെ പറയാം. ആ ഒരു മൂടി തന്നെ പോയേക്കണം. ബിജിഎമ്മും എഡിറ്റിംഗും ഒരു പ്രത്യേകത നിലനിർത്തുന്നതാണ്. ബിജിഎം അടിപൊളി. എഡിറ്റിംഗ് അടിപൊളിയായിട്ടുണ്ട്. നല്ല കാണാൻ വൺ ടൈം എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് തിയേറ്റർ വരുന്നുണ്ട്. ഒന്നും പറയാനില്ല. പാർവതി ശക്തി ഞെട്ടിച്ചു. ആൻഡ് ഈ പറഞ്ഞ പശുപതി വിക്രത്തിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. ആ ഒരു ട്രൈബ് നമുക്ക് സ്റ്റാർട്ടിങ് മുതലേ വിക്രത്തിനെ അങ്ങനെ കാണാൻ പറ്റില്ല. ആ ഒരു ക്യാരക്ടർ അടിപൊളി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊരു KGF എത്തിപ്പെടുന്ന ആൾക്കാരുടെ കഥയാണ്. സോ അതിനുള്ള ഒരു സ്ലോ ബേണറാണ്. ഒരു ഹൊറർ എലമെൻ്റ് അല്ലെങ്കിൽ അതിനകത്ത് കുറച്ച് ഒരു മിത്ത് KGF റിലേറ്റഡ് ആയിട്ടുള്ളത് കാണിക്കുന്നുണ്ട്. അതൊക്കെ ബ്ലെൻഡ് ചെയ്തൊരു ചെറിയൊരു ഹൊറർ സ്റ്റഫ് ഉണ്ട്. സോ മൊത്തത്തിൽ വരുമ്പോൾ എന്താ പറയുക, ഈ ഇൻട്രോയിലൊക്കെ ആയപ്പോൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ലൈക്ക് എന്താ കാലം, പഴയ കാലം പുതിയ കാലം ട്രാൻസാക്ഷൻ എല്ലാം ഉണ്ട്. സോ എല്ലാവർക്കും എങ്ങനെ എത്ര ഇഷ്ടപ്പെടണമെന്ന് അറിയില്ല. പക്ഷെ സംഭവം എടുത്ത് വെച്ചാൽ അടിപൊളിയാണ്. തിയേറ്ററിൽ കാണേണ്ടതാണ്. എല്ലാ പ്രേക്ഷകർക്കും എങ്ങനെ എടുക്കുന്നുള്ള അറിയില്ല. പൊളിറ്റിക്സ് ഉണ്ട്. ലൈക്ക് ആ കാസ്റ്റിസം ആയാലും താഴ്ക്കാരുടെ ജാതി അതൊക്കെ വ്യക്തമായി പറയുന്നുണ്ട്. അത് ഉണ്ട്. പക്ഷേ അത് KGF എത്തിപ്പെട്ട ആൾക്കാരുടെ കഥ, അത് കണ്ടുപിടിച്ച ആൾക്കാരുടെ കഥ, ഗോൾഡ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ കഥ. പലരും ട്രെയിലർ കണ്ടപ്പോൾ വിചാരിച്ച് KGF നിന്നുള്ള നമ്മൾ ഗോൾഡ് മൈനിങ് അതിലേക്ക് എത്തിയല്ല സംഭവം. ഒരു അവിടം വരെ ആ ഗോൾഡ് കണ്ടെത്തണത് വരെ, നിധി കണ്ടെത്തുന്ന പോലെ ഒരു ട്രഷർ ഹണ്ട് പോലെയാണ്. അതിനിടയിൽ വരുന്ന സംഭവങ്ങൾ ബ്രിട്ടീഷുകാരത്. പിന്നെ ഒരു ഫൈറ്റൊക്കെ ഉണ്ട്, പുലി ജാഗ്വാറൊക്കെ ആയിട്ടുള്ള ഫൈറ്റ്. സോ ഗ്രാഫിക്സ് കുറച്ച് വീക്കാണ്. ബട്ട് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഹ്യൂജ് കഥ. കാരണം ഒരുപാട് സ്റ്റോറി ഉണ്ട്. പഴയ കാലമാണ്. സോ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. ബട്ട് BGM നൈസാണ്. ലൈക്ക്
ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആണ്. സോ ടീർ തന്നെ ഒന്ന് കാണാം. നല്ല ടീർ. കൊമേഴ്ഷ്യൽ ഒരു മാസ് മസാല എലമെന്റ് അല്ല, ഒരു ട്രൂലി എന്താ പറയുക ഒരു ക്ലാസിക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം KGF നമ്മുടെ നമ്മുടെ മനസ്സിൽ ഫുൾ പോണ ആ പടം. കാരണം മാസ് കിട്ടി, ആക്ഷൻ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വിചാരിക്കുന്ന ട്രൈബ്സ് ആയിട്ടുള്ള ആക്ഷൻ കിട്ടി അങ്ങനെ ഇതല്ല. KGF എത്തിപ്പെടുന്ന ആൾക്കാരില്ല, കുറച്ചുകൂടി ക്ലാസിക് ആയിട്ടില്ല, എന്നാൽ ഒരുപാട് ഡെപ്തും ലേയേഴ്സ് ഉള്ള പോലെയാണ്. സോ അങ്ങനെ ഒരു ക്ലാസിക് സ്റ്റഫാണ് എനിക്ക് ഫീൽ ചെയ്തത്. വിക്രമിന് ഒരു പെർഫോമൻസിന് ഒരു സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ആക്ടറല്ല, അത്തരത്തിൽ തോന്നുന്നു. ഒബ്വിയസ്ലി ഈ ഒരു ക്യാരക്ടർ ഉടനീളം ആ ഒരു ഇത് വിക്രം മാത്രമല്ല ശരിക്കും പാർവതി ആയാലും പശുപതി ആയാലും എല്ലാവരും ആ ഒരു ട്രൈബ് ആ ഒരു ക്യാരക്ടർ ഭയങ്കരമായിട്ട് വഴിയുണ്ട്. ട്രൂലി എനിക്കാണ് നാഷണൽ അവാർഡ് നമ്മുടെ പൃഥ്വിരാജിനായ ഒരു കോമ്പറ്റീഷൻ ആവാൻ. പടം കണ്ടായിരുന്നോ? പടം കണ്ടോ? തങ്കളനല്ലേ? തങ്കളനല്ലേ? എവിടെ വരുന്നത്? ஸ்கெட்ச் போடுறேன்டா. எனக்கு ரொம்ப பிடிக்கும். விக்ரம் அண்ணா எங்க இருந்து என் அண்ணாவை பார்க்கறதா நான் இங்க வந்திருக்கேன். அண்ணாவை பார்த்துட்டா? நான் இல்ல பார்த்தாச்சா? போறேன், எனக்கு டைம் ஆயிடுச்சு, பார்த்துட்டு வரேன். எங்கேயும் வந்துருக்கோம். அதுக்கப்புறம் எல்லாம் பதில் சொல்லுவேன். തലക്കുള്ള രക്തം നടക്കുന്നില്ലല്ലോ.